സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ മസാലയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ മസാല മീനിന് മാത്രമല്ല ബീഫ് ഫ്രൈക്കും ചിക്കൻ ഫ്രൈക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണെന്ന് 100% ഉറപ്പ് തരാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം 1/2 ഇഞ്ച് വലുപ്പം ഉണ്ടാവുള്ളൂ. 4 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലിയ അല്ലിയാണ്. അരിഞ്ഞു വരുന്നാൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. നല്ല എരിവുള്ള പച്ചമുളക് 3 എണ്ണം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമെന്നും പറയും. ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കാനായിട്ട് വെള്ളമയം വേണ്ടി വന്ന നാരങ്ങാനീരോ എണ്ണയോ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. 350 ഗ്രാം മീനിന് എൻ്റെ കണക്കിനുള്ള ഉപ്പാണ് ഈ 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് ഇളക്കാം. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്താണ് ഈ അരപ്പ് അരച്ചെടുത്തത്. ഇതിങ്ങനെ ഫ്രഷായിട്ട് അരച്ചെടുക്കുക, അല്ലാതെ സ്റ്റോർ ചെയ്യാൻ പാകത്തിന് ഇതിൻ്റെ ഡ്രൈ വേർഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 350 ഗ്രാമിൻ്റെ ഒരു ഫുൾ ഫിഷാണ് എടുക്കുന്നത്. ഒന്നോടെ തന്നെ എടുക്കണമെന്നില്ല, കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഒരുമാതിരിപ്പെട്ട മീനിനൊക്കെയും ചേരുന്ന മസാലക്കൂട്ടാണിത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പിങ്ക് തിലാപ്പിയാണ്. ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തതാണ്. മീനിൻ്റെ പുറത്തും അകത്തും ഒക്കെ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. അത്യാവശ്യം എരിവുള്ള മസാലയാണ്. ഇതേപോലെ മീൻ ഒന്നോടെ തയ്യാറാക്കുന്ന വേറെ റെസിപ്പികൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തേക്കാം. തിലാപ്പിയ ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ്. ഓവൻ ഇല്ലെങ്കിൽ അതേപടി വാഴയില വെച്ച് പൊള്ളിച്ചും എടുക്കാം. കിടു ടേസ്റ്റാണ്. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റിയാൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു വലിയ മീൻ ഒന്നായിട്ട് എടുക്കുമ്പോൾ. ഇനി നമ്മളിത് പൊരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ വേകാൻ വേണ്ടി നമ്മൾ തീ അല്പം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളപ്പം എണ്ണ ചെല്ലാത്തടത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. മീനിൻ്റെ അരികിലേക്കും പിന്നെ അതേപോലെ വയറിനുള്ളിലേക്കുമൊക്കെ എണ്ണ കുറേശ്ശെ കോരി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തിലാപ്പി ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്കിന്നിൽ നിന്ന് ഇറങ്ങിയ ഫാറ്റ് കൂടി എണ്ണയിൽ കലർന്നിട്ട് അതിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മെനക്കിടാൻ നേരമില്ലാത്തവർക്ക് ഒന്നോടെ കൂടുതൽ എണ്ണയിൽ പെട്ടെന്ന് മുക്കി പരിച്ചെടുക്കാം, അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു വശം നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷവും എണ്ണ ചെല്ലാത്തടത്തേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചാൽ നല്ലതായിരിക്കും. വറുത്ത് കോരുന്നതിന് തൊട്ട് മുന്നായിട്ട് അല്പം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ അല്പം നാരങ്ങാനീര് കൂടി തൂകിയാൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു.